പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി തത്സമയ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്കൊരു കലാകാരനെ പരിചയപ്പെടാം. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത വർണ്ണ വിസ്മയം സ്റ്റെയിൻഡ് ഗ്ലാസിൽ തീർക്കുന്ന ഒരാളുണ്ട്. അങ്ങ് നിലമ്പൂരിൽ വിദേശ നിർമ്മിത കളർ ഗ്ലാസുകളിൽ ഗ്ലാസ് ആർട്ട് ചെയ്യുന്ന അപൂർവം കലാകാരന്മാരിൽ ഒരാളായ ഷാനവാസാണ് ഒരു വർണ്ണ പ്രപഞ്ചം തന്നെ ഒരുക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കലയിൽ സ്വന്തമായി ഒരു മാതൃക തന്നെ തീർത്തിട്ടുണ്ട് ഷാനവാസ്. സ്റ്റെയിൻ ഗ്ലാസ് ചിത്രങ്ങളാണ് ഇവിടെ സാധാരണക്കാരന് അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഡിസൈൻ ചെയ്ത് നമ്മൾ മാറ്റുന്നത്. ഇത് കളർ ഗ്ലാസ്, വിദേശ നിർമ്മിത കളർ ഗ്ലാസുകൾ ഓരോ ഡിസൈനായി കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ദേവാലയങ്ങൾക്കാണ് ഏറ്റവും പ്രധാനമായി ഇത്തരം ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇതിൽ പെയിന്റിംഗ് വരുന്നില്ല. 100% വിദേശ നിർമ്മിത കളർ ഗ്ലാസുകൾ ഓരോ ഡിസൈൻ അനുസരിച്ച് കട്ട് ചെയ്ത് തരുന്ന ഡിസൈനിൽ നമ്മൾ സ്റ്റെയിൻ ഗ്ലാസ് ചെയ്യുന്നത്. ഇത് മനോഹരമായിട്ടാണല്ലേ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയിൻഡ് ഗ്ലാസിൽ തീർക്കുന്ന വർണ്ണവിസ്മയം എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായി കാണില്ല. നമ്മൾ ഈ മൈസൂരിൽ കൊട്ടാരത്തിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മ്യൂസിയങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇത്തരം ഗ്ലാസ് ആർട്ടുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് തന്നെയാണിതും. പക്ഷേ കേരളത്തിൽ ഇത് ചെയ്യുന്ന ചുരുക്കം കലാകാരന്മാരേ ഉള്ളൂ. അതിലൊരാളാണ്. എന്തായാലും അതിഗംഭീരമായിട്ടുണ്ട്. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, ഈ ശില്പങ്ങൾ നിർമ്മിക്കുന്നവരെ അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നവരെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഷാനവാസ് വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന്റെ കലയ്ക്ക് ഒരിക്കലും ഒരു മങ്ങൽ ഉണ്ടാകില്ല. അതെന്നും അതേ ചാരുതയോടെ തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ്. അത് തന്നെയാണ് വ്യത്യസ്തമാക്കുന്നത്. ഹിമ, ഈ കാലത്തിനും അതീതമായി തന്നെ ഇങ്ങനത്തെ ചില കാഴ്ചകൾ നിലനിൽക്കുമെന്ന് പറയുന്ന പോലെയാണ് ഈ മങ്ങാത്ത ഗ്ലാസുകളിലുള്ള വർണ്ണാഭമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഷാനവാസിൻ്റെ സ്റ്റെയിൻഡ് ഗ്ലാസ് ആർട്ട്. ഷാനവാസ് നിലമ്പൂർ എടക്കര സ്വദേശിയാണ്. ഒരുപാട് പഠിച്ചാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്. കേരളത്തിൽ തന്നെ അപൂർവം കലാകാരന്മാർ മാത്രമേ ഈ സ്റ്റെയിൻഡ് ഗ്ലാസ് ആർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പൗരാണികമായ കാഴ്ചകളിലേക്ക് പോയാൽ മൈസൂർ കൊട്ടാരം, ഒപ്പം തന്നെ ഇങ്ങനെ കൊട്ടാരങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന പ്രത്യേക തരം കാഴ്ചകളാണ് ഈ സ്റ്റെയിൻഡ് ഗ്ലാസ് ആർട്ട് എന്ന് പറയുന്നത്. അധിക ദേവാലയങ്ങളുടെയൊക്കെ ക്ലാസ്സുകളിൽ നമ്മൾ ഈ കല കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും ഷാനവാസിന്റെ മുദ്ര പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തനത് രീതിയിൽ സ്വന്തമായ ശൈലിയിൽ തന്നെ ഷാനവാസ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, കൊൽക്കത്ത, ഡൽഹി, മുംബൈയിൽ നിന്നൊക്കെയാണ് ഈ ഗ്ലാസുകൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് ചെയ്താണ് ഷാനവാസ് തന്റെ കലാവിരുത് ഈ ഗ്ലാസുകളിൽ തീർക്കുന്നത്. മങ്ങാത്ത തരം പ്രത്യേക തരം ഗ്ലാസ് ആണ് ഈ സ്റ്റെയിൻഡ് ഗ്ലാസ്. അതിന്റെ ചാരുത എന്നും അതേപടി നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രത്യേകത. അപ്പൊ ഷാനവാസിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ.